ഹലോ, ഞാൻ കൃഷ്ണനുണ്ണിയാ. എന്തായി കാര്യങ്ങൾ? ബ്രദറെ, വല്ലാത്തൊരു കുറ്റബോധം. ഒരാളെ പറ്റിക്കല്ലേ ചെയ്യുന്നത്. കുറ്റബോധമൊന്നും വേണ്ട, ഉദ്ദേശം നല്ലതല്ലേ. ചെറിയൊരു തെറ്റുകൊണ്ട് മറ്റാർക്കെങ്കിലും നല്ലത് വരികയാണെങ്കിൽ ഈശ്വരൻ്റെ മുമ്പിൽ അതൊന്നും തെറ്റല്ലടോ. ശരിയെന്നാ, താൻ എല്ലാം കഴിഞ്ഞിട്ട് വിളിക്കുക. ഓ ശരി. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ ഇന്ന് പ്രഖ്യാപിക്കും. വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ഒരു ജൂറി ബോർഡ് അംഗം അല്പം മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞത് ഇത്തവണ മത്സരിക്കാനെത്തിയ ചിത്രങ്ങളിൽ അത്ഭുതപ്പെടുത്തിയത് അൺകൺവെൻഷനലായ സിനിമകളും പ്രകടനങ്ങളുമായിരുന്നുവെന്നാണ്. കഴിഞ്ഞ 6 വർഷത്തിനുള്ളിൽ കേട്ട ഏറ്റവും സ്വീകാര്യ ആഘോഷാണ്. ആഘോഷ് മേനോൻ, യങ് സൂപ്പർ സ്റ്റാർ. അച്ഛന് സർജറി നാളെയല്ലേ? ഞാൻ അങ്ങോട്ട് വന്നോണ്ടിരിക്കുകയാണ്. സാറിന് സംസാരിക്കാവുന്ന ഒരു കണ്ടീഷൻ ആണല്ലോ. എന്തെങ്കിലും അത്യാവശ്യമായിട്ട്? അത്യാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് അല്ല ചെറുതായിട്ടൊന്ന് കല്യാണം കഴിച്ചാൽ കൊള്ളാന്നുണ്ട്. അല്ല, കല്യാണം കഴിച്ചാൽ കൊള്ളാതുണ്ട്. അപ്പൊ എന്താണ് കുട്ടിയുടെ അഭിപ്രായം? എന്താണ്? അതിനാണ് ഇപ്പൊ ആശുപത്രിയിലേക്ക് വരുന്നത്. അടുത്ത ആഴ്ച എൻ്റെ പിറന്നാളാണ്. അപ്പോൾ അതിനു മുമ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് തീരുമാനിച്ച് ഒരു തീർപ്പൊക്കെ ഉണ്ടാക്കാൻ ഒരാഗ്രഹം. പിന്നെ സർജറി കഴിഞ്ഞല്ലേ, ഒരു 2 മാസമൊക്കെ എടുക്കും ആളൊന്ന് റിക്കവറായി സംസാരിക്കാനൊക്കെ. സാർ ഇപ്പൊ പറഞ്ഞ അതേ കാരണം കൊണ്ട് തന്നെ അച്ഛൻ ഇന്ന് രാവിലെ എന്റെ കല്യാണം ഉറപ്പിച്ചേ ഉള്ളൂ. ഓ മൈ ഗോഡ്. അല്ല, എന്ത് പറ്റി കുട്ടി? പെട്ടെന്ന് ഒരു ദിവസം രാവിലെ കല്യാണം ഉറപ്പിച്ചു എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട്? അച്ഛന് പെട്ടെന്ന് എന്തോ അങ്ങനെ തോന്നി. ഇവിടെ വണ്ടി സൈഡാക്കടോ. എന്താ? ഹലോ, ഇവിടെ പറഞ്ഞാണ് കുട്ടി. ഞാൻ ഒരു വട്ടം കൂടി പറയാം, കുട്ടിക്ക് നഷ്ടമാവുന്നത് ഒരു വർണ്ണശബളമായിട്ടുള്ള ജീവിതമായിരിക്കും. വലിയ വീടും ഒരുപാട് കാറും ഒരുപാട് സ്റ്റാർഡും അവാർഡ് നൈറ്റൊക്കെ ഉള്ള ഒരു ഗംഭീര ഇടിവെട്ട് ജീവിതമായിരിക്കും. ഒന്നുകൂടി ആലോചിച്ച് നോക്കണോ? ഒരവസരം കൂടി ഞാൻ തരാം കുട്ടി. എന്താ അച്ഛാ? ഹലോ, അതെ, അച്ഛൻ വിളിക്കുന്നു, ഞാൻ വെക്കാണേ. ഞാൻ വെറുതെ സുഖവിവരം അന്വേഷിക്കാൻ വേണ്ടി വിളിച്ചാന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ, ശരി. പണി പാളിയല്ലേ സാർ? ഇനിയിപ്പോ എന്ത് ചെയ്യും? വണ്ടി എടുക്കണോ? മാഡം, ഡോക്ടർ രഘുവിനോട് എപ്പോൾ വരാൻ പറയണം? ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് പറഞ്ഞു. ഡോക്ടറെ, ഒരു ഗ്യാപ്പ് തരണം. അത് ഈ പെൻഡ്രൈവ് ഒന്ന് TV കണക്ട് ചെയ്യാൻ. എല്ലാം ഓക്കെ അല്ലേ? അങ്ങനെയാണ് ഞാൻ പോയി എൻ്റെ സർപ്രൈസിങ് എടുത്തുകൊണ്ട് വരാം. ഞാൻ കാരണമാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അതിനൊരു പരിഹാരം ഞാൻ റെഡിയാക്കി. ശരി. കേറാം. പാടാ നിൽക്ക്. ഞാൻ പിന്നെ കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞ് പയ്യെ എൻ്റർ ചെയ്തോളാം. നീ കയറിയോ? ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഫുൾ ടൈം ഇത് നോക്കി ഇരിപ്പാണല്ലേ? അവാർഡ് ഇപ്പോൾ ഡിക്ലെയർ ചെയ്യും, അതുകൊണ്ട് നോക്കിയതാ. അതെ, ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്. ടപ്പയെന്ന് അങ്ങ് എടുത്ത് കളയാം. ഒന്ന് തിരിഞ്ഞു കിടന്നേ. സാധാരണ നേഴ്സാണല്ലോ ഇഞ്ചക്ഷൻ എടുക്കാൻ പറ്റുക. വേദനിപ്പിക്കണ്ടെന്ന് വിചാരിച്ചാ ഞാൻ തന്നെ വന്നത്. ഇതാണോ വേദന കുറവെന്ന് പറഞ്ഞത്? ചാനൽ മാറ്റല്ലേ? റിമോട്ടിൽ കൈതട്ടി വെച്ചോ. ആ ന്യൂസ് ചാനൽ തന്നെ വെക്കാൻ പറ. വേഗം വെക്കാൻ, എനിക്ക് തുടക്കം മുതൽ കേൾക്കണം. ഇനി ഇന്ത്യയൊട്ടാകെ സിനിമാസ്വാദകരും നിരൂപകരും മാധ്യമങ്ങളും ഉറ്റുനോക്കിയ ദേശീയ അവാർഡ് പ്രഖ്യാപനത്തിലേക്ക് दिल्ली प्रेस क्लब निन्नुल्ला तत्समय दृश्यങ്ങൾ. पब्लिक के इतने सारे लोग देखकर बड़ी खुशी होती है, और वो भी हर क्षेत्र से, टेलीविजन, पेपर. ആസി, എന്താ ഫോൺ എടുക്കാത്തത്? ഞങ്ങളൊക്കെ എത്തി. എവിടെയാ? ഞാൻ വന്നോണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ആ റൂമിന്റെ അവിടെ വെയിറ്റ് ചെയ്യാം. പെട്ടെന്ന് വാ. ओके. आपके साथ शेयर करेगा हमारा मेहमान चेयरमैन श्री प्रताप पांडे जी. Thank you, Mr. Prasad. And good evening, ladies and gentlemen. We had a lot of discussions and deliberations, and we have scrutinized all the nominations that you have received, and it gives me immense pleasure to announce the winners. The winners are National Category Best Movie, Ek Raat in Nai India. Best Director Rahul Rao, who directed Ek Raat in Nai India. Best Actress Award goes to Akanksha Bakshi for the movie Rang Rang. The Best Actor Award goes to Mr. Mohan Kumar. Mr. Mohan Kumar is the best
സർ പ്ലീസ് ഞങ്ങൾക്ക് ജോലി ഉണ്ടാക്കല്ലേ. റിലാക്സ്. സർ കൺഗ്രാചുലേഷൻ സാർ, കൺഗ്രാചുലേഷൻ. ഞാൻ പ്രതീഷ്, ചാനൽ പ്രോഗ്രാം പ്രൊഡ്യൂസർ. സന്തോഷമായി സാർ. താങ്ക് യു. എടോ പ്രകാശ്, കൺഗ്രാറ്റ്സ് മോൻ, കലക്കി കളിക്കും. ടെൻഷൻ ആയതുകൊണ്ട് ഞങ്ങൾ താഴെ റിസപ്ഷനിൽ നിന്ന് TV കാണുമായിരുന്നു. ഹാപ്പി അല്ലേ? രവിട്ട സന്തോഷമായില്ലേ? പറയണ്ടോ, നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥന കൊണ്ടാട്ടോ എനിക്കിത് കിട്ടിയത്. ദൈവം വലിയവനാ. അതെ അതെ സാറേ, കൺഗ്രാറ്റുലേഷൻ സാർ. താങ്ക് യു. സന്തോഷമായി. ഇത് മനസ്സിലായില്ലേ? എന്റെ കൂടെ ഉണ്ടായിരുന്ന ഡ്രൈവർ സജി, ഞാൻ പറഞ്ഞിട്ടുണ്ട്, സിനിമയിലെ പ്രൊഡക്ഷൻ മാനേജർ. സാറിന് അവാർഡ് കിട്ടിയ വാർത്ത ദേ പത്രത്തിലുണ്ട്. സർപ്രൈസ് ഞാൻ പറഞ്ഞില്ലേ? പത്രത്തിൽ എങ്ങനെ ഡിക്ലെയർ ചെയ്തല്ലേ ഉള്ളൂ. ഇത് സായന പത്രം. ദേശീയ അവാർഡിന് മോഹൻകുമാർ സാധ്യതാ പട്ടിക. അങ്ങനെയാണ്. സാധ്യതാ പട്ടികയിലോ? അതെ അതെ അത് തന്നെ. അങ്ങനെ അല്ലല്ലോ. കിട്ടി. നോക്കട്ടെ, ഞാനൊന്ന് കണ്ടോട്ടെ. അല്ലെ നുണയാന്ന് വിചാരിക്കും. ഇവിടെ എഴുതിയിട്ടുണ്ട്. കിട്ടിയെന്ന് വിശ്വാസാവട്ടെ. ഇങ്ങത്താ, ഞാനൊന്ന് നോക്കിക്കോട്ടെ. അങ്ങനെ കൊടു. ഇതന്നെ സ്ലോ മോഷൻ. മോളാച്ചിന്റെ കണ്ണട ഒന്നും കേട്ടിട്ടില്ല. ഹലോ മിസ്റ്റർ മോഹൻ, കൺഗ്രാചുലേഷൻ. താങ്ക് യു ഡോക്ടർ. അപ്പൊ നാളെ ടെൻഷനൊന്നും ഇല്ലാതെ എൻ്റെ കൂടെ കോപ്പറേറ്റ് ചെയ്യാലോ അല്ലേ? എനിക്കിനി ഒരു ടെൻഷനും ഇല്ല ഡോക്ടർ. ഡോക്ടറോട് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. അത് കേട്ടാൽ ചിലപ്പോൾ ഇവരൊന്നും സമ്മതിച്ചൊന്നും വരില്ല. അതുകൊണ്ട് ഒരു മിനിറ്റ് നിങ്ങളെല്ലാവരും ഒന്ന് പുറത്തിറങ്ങി നിൽക്കണേ. ഞാൻ ഈ ഡോക്ടേഴ്സിനോട് മാത്രം ഒന്ന് സംസാരിച്ചോട്ടെ പ്ലീസ്. ബാ, നീ ഇങ്ങ് വാ. വേറെ ചില ഐഡിയാസ് ഉണ്ട്. മോളും പുറത്തേക്ക് നിന്നോ. നിന്റെ തലയ്ക്കകത്ത പിണ്ണാക്കാണ്. എന്റെ കൈയും കാലും മറച്ചുപോയി. ഞാനൊരു സർപ്രൈസ് കൊടുത്തല്ലേ? ഒരെണ്ണം തന്നാലുണ്ടല്ലോ. അവാർഡ് പ്രഖ്യാപിച്ചിട്ട് 5 മിനിറ്റ് ആയുള്ളൂ. നാളത്തെ പത്രം നീ എങ്ങനെ ഇന്ന് കൊണ്ടുവരും? ഇതായിരുന്നു സർപ്രൈസ്. ആ ഡോക്ടർ വന്നത് മഹാഭാഗ്യമായി. ഇങ്ങോട്ടൊരു സർപ്രൈസ്. സന്തോഷത്തിൻ്റെ ഒരു എക്സ്റ്റസിയിലാണ് ഡോക്ടറെ ഞാനിപ്പോൾ. എൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു അംഗീകാരം എനിക്ക് കിട്ടുമെന്ന് ഞാൻ സ്വപ്നം പോലും കണ്ടിട്ടില്ല. ഇത്രയും സന്തോഷമുള്ളൊരു ദിവസം ഈ ആശുപത്രിയിൽ ഇങ്ങനെ കിടക്കുക എന്ന് പറയുമ്പോൾ, ഇന്നത്തെ ഒരു ദിവസം, ഒറ്റ ദിവസം മതി. ഞാനൊന്ന് വീട്ടിൽ പോയിക്കോട്ടെ. എനിക്കെൻ്റെ വീടൊന്ന് കണ്ണിറെ കാണണം. എൻ്റെ മുറിയിലൊന്ന് കിടന്ന് ഉറങ്ങണം. ഇന്ന് മാത്രം. നാളെ കാലത്ത് ഞാനിങ്ങ് എത്തിക്കോളാം. പറ്റില്ല എന്ന് മാത്രം പറയരുത് ഡോക്ടർ. മോഹൻ, സർജറി നാളെയാണ്. ചിലപ്പോൾ എനിക്ക് ഇനി പോകാൻ പറ്റിയില്ലെങ്കിലോ ഡോക്ടറെ. എൻ്റെ ഒരു ഡോക്ടറെ, ഈശ്വരൻ എന്നെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കൊണ്ടുവന്നിട്ട് എനിക്ക് ഇത്രയൊക്കെ സന്തോഷം തരുമ്പോൾ എനിക്കൊരു പേടിയുണ്ട് ഡോക്ടറെ. ഡോക്ടർ പ്ലീസ്, ഇന്നത്തെ ഒരൊറ്റ ദിവസം പ്ലീസ്. ഇറങ്ങട്ടെ, ഞങ്ങൾ രാവിലെ ഹോസ്പിറ്റലിൽ വരാം. മോഹൻ, ടെൻഷനൊന്നും വേണ്ട. മോഹൻ, അച്ഛനെന്താ ഓർക്കുന്നത്? നിന്നെ പറ്റി തന്നെ, അല്ലാതെ അച്ഛന് വേറെന്താ ആലോചിക്കാനുള്ളത്? എനിക്കെന്തെങ്കിലും സംഭവിച്ചു പോയാൽ പിന്നെ എൻ്റെ മോൾ വേർപാടുകൾ വേദനിപ്പിക്കുന്നത് വേർപെട്ട് പോകുന്നവരല്ല, അവർക്ക്
ചുറ്റുമുള്ളവര്, അവരുടെ വേണ്ടപ്പെട്ടവര്. കൊള്ളാം. ഇതിനാണ് ആശുപത്രിയിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നത്. മോളുടെ മുറിയിലേക്ക് പോയിക്കോ. നീ ഇവിടെ ഇരുന്നേ. എടാ, എന്താണെന്നറിയില്ല, എൻ്റെ മനസ്സിലിങ്ങനെ എല്ലാം അവസാനിക്കാൻ പോവുകയാണോ എന്നൊരു തോന്നൽ. സാർ, വെറുതെ ആവശ്യമില്ലാത്ത ഓരോന്നും എടാ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. എനിക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ സാറേ, ചിതാഭസ്മം നീ, ഞാനൊന്ന് പറഞ്ഞില്ലേ ഒരുപാട് മഞ്ഞും മലകളും ഒക്കെ ഉള്ള സ്ഥലത്തെ പറ്റി. അങ്ങനെ ഒരു സ്ഥലത്ത് നീ, ഒന്നും സംഭവിക്കില്ല എനിക്കറിയാം, എന്നാലും നിന്നോടായിട്ട് പറഞ്ഞതാ. സാർ വെറുതെ ആരോട് പറയാനാണ്? എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നറിയാം. മോഹൻ പോയിട്ട് ഉഷാറായിട്ട് തിരിച്ചു വാ. ഒത്തിരി നല്ല കാര്യങ്ങൾ സംഭവിച്ചില്ലേ മോഹൻ? ഇനിയും അങ്ങനെ തന്നെ. ഓപ്പറേഷൻ കഴിയുന്നവരെ ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെ ഉണ്ടാവും. സന്തോഷമായിട്ട് പോയിട്ട് വാ. രവിട്ടാ, ഹസി, കൃഷ്ണനുണ്ണി. ഓ സാറേ, നല്ല മനസ്സാ നിന്റെ. എന്നും നല്ലതേ വരും കേട്ടോ. ഇത് വെച്ചോ, ഇത് നിനക്കുള്ളതാ. മികച്ച നടൻ ഞാനല്ല, നിങ്ങളൊക്കെയാണ്. അവാർഡ് കിട്ടാത്തതിലുള്ള എൻ്റെ സങ്കടം ഞാൻ മറന്നത് നിങ്ങളുടെയൊക്കെ അഭിനയം കണ്ടപ്പോഴാണ്. സത്യത്തിൽ ഞാൻ ഭാഗ്യവാനാണ്. എൻ്റെ സന്തോഷം എന്നെക്കാളും അധികം ആഗ്രഹിക്കുന്ന നിങ്ങളൊക്കെ എൻ്റെ കൂടെ ഉണ്ടല്ലോ. മോഹൻകുമാർ ഫാൻസ്, എനിക്കത് മതി.
ഗുഡ് സർ. ഗുഡ് ആണോ വെരി ഗുഡ് ആണോ? വെരി ഗുഡ് സർ. ഓക്കെ ഇനി എഡിറ്റർ സാർ മരിച്ച സീൻ അഭിനയിച്ചു കഴിഞ്ഞാൽ ക്യാമറ ഓൺ ചെയ്ത് ചിരിച്ചുകൊണ്ട് എഴുന്നേൽക്കണമെന്നാണ്. ക്യാമറ ഒന്നുകൂടെ റോൾ പറഞ്ഞു. ക്യാമറ റോൾ പ്ലീസ്. ഓക്കെ, ഗംഭീരം. നീ ഇങ്ങോട്ട് പോരെ. പ്രൊഡ്യൂസർ ഹാപ്പി അല്ലേ? വെരി ഹാപ്പി. എന്നാ യാത്ര? നാളെ. അന്നത്തെ അതേ ഡൽഹി ഫ്ലൈറ്റ് തന്നെ, അവിടുന്ന് കണക്ഷൻ. നീ പോകുന്നൊക്കെ കൊള്ളാം, മൈനസ് അവിടുത്തെ തണുപ്പ്. തൊണ്ട കളയരുത്. തിരിച്ചു വന്നിട്ട് ഈ സിനിമയിൽ 2 പാട്ട് പാടാനുള്ളതാണ്. കേറി പാടാൻ അതൊക്കെന്നില്ലേ? പുതിയതാടാ. വാ വാ വാ. എൻ്റെ മോഹൻ സാറേ, ആദ്യമൊക്കെ എനിക്കും തോന്നിയിരുന്നു ഈ അവാർഡ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര സംഭവമാണ്. പക്ഷെ ഇപ്പം ഞാൻ തിരിച്ചറിയുന്നുണ്ട്, നസീർ സാറും സത്യൻ മാസ്റ്ററും തിക്കുറിശിയും PJ ആൻ്റണിയും ഒക്കെ ആടിത്തിമർത്ത, മമ്മൂക്കയും ലാലേട്ടനുമൊക്കെ കൊടി കുത്തി വാഴുന്ന നമ്മുടെ മലയാള സിനിമയിലും ഒരു നടനായിരിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് സാറിന് കിട്ടാവുന്ന ഏറ്റവും വലിയ അവാർഡ്, ഏറ്റവും വലിയ ഭാഗ്യം. വള്ളക്കടവിലെ വടംവലി മത്സരത്തിന് എന്റെ എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. 1ാം സമ്മാനമായ 1 കൊലപ്പഴവും 25,000 രൂപയും നിങ്ങൾക്ക് തന്നെ കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിറകോട്ട് വരുമ്പോൾ മുന്നേറുന്ന മത്സരമാണ് വടംവലി. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്. എന്റെ എല്ലാവിധ പ്രാർത്ഥനകളുമുണ്ട്. നിങ്ങളുടെ സ്വന്തം ആഘോഷ് മേനോൻ. ഉണ്ട നീ എന്താണ് പിടികൊണ്ടോ നിന്നെ പോലെ ഇരിക്കുന്നത്? നമ്മുടെ കല്യാണത്തിന്റെ ഫോട്ടോസും വീഡിയോസും വൈറലായെന്നല്ലാതെ കഴിഞ്ഞ കുറെ നാളായിട്ട് ഒന്നും വൈറലാവുന്നില്ലെന്നേ. ലൈക്സിനോ കമന്റ്സിനോ അറ്റ്ലീസ്റ്റ് ഷെയർസിനെങ്കിലും എന്തെങ്കിലും പ്രോഗ്രസ് ഉണ്ടോ? ഒന്നുമില്ല. അത്രേ ഉള്ളൂ. ഇപ്പൊ ശരിയാക്കി തരാം. നെഞ്ചിനകത്ത് ലാലേട്ടൻ ലാലേട്ടൻ മീശ പിരിച്ച് ലാലേട്ടൻ മുണ്ടും മടക്കി ലാലേട്ടൻ തോള് ചരിച്ച് ലാലേട്ടൻ 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 ലാലേട്ടൻ. അടുത്ത ആഴ്ച നമുക്ക് മമ്മൂക്കട ഇറക്കാം. പിന്നല്ല